ഹായ്, ഐ എം ബിജോയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഗ്രോത്ത് മെട്രിക്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഡാറ്റ എന്നതിൽ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളുടെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതിന്റെ Q1 GDP ആണ് വന്നേക്കുന്നത്. Q1 അതായത് നമുക്കറിയാം GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, NSO ആണ്. NSO എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അവരാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് അവര് ചെയ്യുന്ന എപ്പോഴും നമ്മളുടെ എല്ലാ രാജ്യങ്ങളിലും Q1, Q2, Q3, Q4 എന്നൊരു ഫിനാൻഷ്യൽ ഇയറിനും 4 ക്വാർട്ടേഴ്സ് ആയിട്ട് തരംതിരിച്ചിട്ട് ഓരോ ക്വാർട്ടറിലെയും GDP സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ Q1 ഗ്രോത്ത് റേറ്റ് ഇപ്പൊ പുറത്ത് വന്നു. NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പുറത്ത് വിട്ടു. അപ്പൊ പുറത്ത് വിട്ടപ്പോൾ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.7% ആയിട്ട് കുറഞ്ഞു. 6.7% ആയിട്ട് കുറഞ്ഞു. അതെന്ന് പറയുന്നത് കഴിഞ്ഞ 5 ക്വാർട്ടേഴ്സിൽ ഏറ്റവും കുറഞ്ഞ ഗ്രോത്ത് റേറ്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വർഷം 7.2% ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. 7.2% ഗ്രോത്ത്. അതിൽ തന്നെ അതെവിടെ പറഞ്ഞു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സ്പെക്ട്സ് 7.2% GDP ഗ്രോത്ത് ത്രൂ 2024-25. കഴിഞ്ഞ വർഷം 8.2% ഗ്രോത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് 7.2% ഗ്രോത്ത് ആണ് ഈ വർഷം. അതിൽ നിന്ന് 1% കുറവ് ഗ്രോത്ത് ആണ് RBI പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഇത് മൊത്തം ഫിനാൻഷ്യൽ ഇയറിന്റെ ഈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ GDP ഗ്രോത്ത് റേറ്റ് ആണ് 7.2% എന്ന് RBI പ്രതീക്ഷിക്കുന്നത്. അതിൽ Q1 ഗ്രോത്ത് റേറ്റ് തന്നെ ഏതാണ്ട് 7.1% RBI പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതിനേക്കാളും ഒരു 0.5% അല്ലെങ്കിൽ 0.4% കുറവാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ച GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് എഡിറ്റോറിയലുള്ള കാര്യം അല്ല. ഞാൻ എഡിറ്റോറിയൽ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ അനന്ത നാഗേശ്വരൻ, ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ, പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാവരും പ്രതീക്ഷിച്ചാണ്, ഈ GDP ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കും എന്നുള്ള കാര്യം. 7% കാര്യം വേറെ ഒന്നുമല്ല. അതിന് മെയിനായിട്ട് സംഭവിച്ച ഒന്ന് ബേസ് ഇഫക്ട് എന്ന് പറഞ്ഞൊരു ഫാക്ടർ. കഴിഞ്ഞ വർഷത്തെ ഒരു ഹയർ ബേസിൽ നിന്നുകൊണ്ട് GDP ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ബേസ് ഇഫക്റ്റിന്റെ പ്രശ്നം കൊണ്ട് GDP ഗ്രോത്ത് റേറ്റ് ശകലം കുറയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇതൊന്നുമല്ല. നമ്മളുടെ ഇന്ത്യയിൽ GDP ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മെയിൻലി പബ്ലിക് ക്യാപെക്സ് എന്നാണ്. ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ക്യാപെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതില് ഇപ്പം ഇന്ത്യയിൽ പ്രൈവറ്റ് കൺസംഷൻ കുറവായതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ക്യാപെക്സ് കുറച്ച് കുറവാണ്. അതായത് വലിയ കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഒന്നും കൂടുതലായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നില്ല. കാര്യം ഇന്ത്യയുടെ കൺസംഷന്റെ മൊമെന്റ് ഇനിയും ഇൻക്രീസ് ചെയ്യാനുണ്ട്. കാര്യം കൺസംഷൻ ബേസ്ഡ് ആയിട്ടാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഇന്ത്യക്കകത്ത് ഉണ്ടാകുന്നത്. കാരണം ഈ ചൈനയൊക്കെ പോലുള്ള രാജ്യങ്ങൾ എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമിയാണ്. ഇന്ത്യ അത്രയും എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമി ആയിട്ട് ഇപ്പോഴും മാറിയിട്ടില്ലാത്തതുകൊണ്ട് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കൂടുതലും വരുന്നത് പ്രൈവറ്റ് കൺസംഷൻ കൂടെയാണ്. അപ്പൊ പ്രൈവറ്റ് കൺസംഷൻ പക്ഷേ NSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ ഒക്കെ ഡേറ്റ എടുക്കുമ്പോൾ ഇന്ത്യയിലെ പ്രൈവറ്റ് കൺസംഷൻ ഇപ്പൊ അത്ര ഈ കോവിഡിന് ശേഷം ഒന്നും പുരോഗമിച്ചിട്ടില്ല, അല്ലെങ്കിൽ വലിയൊരു ഇൻക്രീസ് ഉണ്ടാകുന്നില്ലെന്ന് കാണുമ്പോൾ പ്രൈവറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കുറയും പ്രൈവറ്റ് കമ്പനീസിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്യാപെക്സ് ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ GDP ഗ്രോത്ത് റേറ്റിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാതൃകാ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതാണ് ഈ ഇലക്ഷനുകൾ എല്ലാം കൂടെ ഒരുമിച്ച് നടത്തണമെന്ന് പറയുന്നതിനുള്ള മെയിൻ റീസണും. ഇലക്ഷനുകൾ 1 നേഷൻ 1 ഇലക്ഷൻ ആയിട്ട് ഇന്ത്യയിൽ നടത്തണമെന്ന് ഈ മോഡി ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് അവര് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പൊ തന്നെ കണ്ടോ, ഈ നമ്മളുടെ Q1 GDP ഗ്രോത്ത് റേറ്റ് കുറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇന്ത്യയിൽ ജനറൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് നിലവിൽ വരുമ്പോൾ ഏതാണ്ട് 2-3 മാസക്കാലം മാതൃകാ പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലിരിക്കും. അപ്പൊ ആ സമയത്ത് ഗവൺമെന്റിന്റെ ക്യാപെക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഗവൺമെന്റ് ജനങ്ങളെ സ്വാധീനിക്കുന്ന, വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം ആ സമയത്ത് ചെയ്യാൻ പാടില്ല. പുതുതായിട്ട് പ്രോജക്ട്സോ പുതുതായിട്ട് സ്കീംസോ ഒന്നും അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത്. അപ്പോ ഈ കഴിഞ്ഞ 2-3 മാസക്കാലം ഇലക്ഷന്റെ കാരണം കൊണ്ടുണ്ടായ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം മൂലം വന്ന നിയന്ത്രണങ്ങൾ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്യാപെക്സിനെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ ബാധിച്ചു. ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. പക്ഷേ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ അത് വലുതായിട്ട് പരാമർശിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു എന്നാലും പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് GDP പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണല്ലോ GVA, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഈ GVA അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് GDP യുമായിട്ട് നല്ല വേരിയൻസിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. GDP യെക്കാളും GVA
സാധാരണ കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് GDP-ക്കാൾ GVA കുറഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ Q1 GDP ഗ്രോത്ത് റേറ്റ് പുറത്തു വന്നപ്പോ GVA GDP-യെക്കാളും കൂടുതലാണ്. GDP ഗ്രോത്ത് റേറ്റ് 6.7% ആയപ്പോ GVA അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് 6.8% ആണ്. അപ്പൊ 6.7% GDP ഗ്രോത്ത് റേറ്റ്, GDP ഗ്രോത്ത് റേറ്റ് 6.8% GVA. അപ്പം അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രൈവറ്റ് കൺസംഷൻ അത്യാവശ്യം റൂറൽ മേഖലയിൽ ഉൾപ്പെടെ ഇംപ്രൂവ് ആവുന്നതായിട്ടും NSO പുറത്തുവിട്ട വിവരങ്ങളിലുണ്ട്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട വിവരങ്ങളിലുണ്ട്. അത് പ്രൈവറ്റ് ക്യാപെക്സ് ഇംപ്രൂവ് ചെയ്യാനും ഒരു പക്ഷേ കാരണമായേക്കും. അതുപോലെ തന്നെ നമ്മളുടെ മൺസൂൺ എന്ന് പറയുന്ന സംഗതി അത്യാവശ്യം എറാറ്റിക് ആയിട്ടാണ് മൺസൂൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും സഫീഷ്യന്റ് ആയിട്ടുള്ള മൺസൂൺ ഒരുവിധം കിട്ടുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് ഈ മൺസൂൺ കിട്ടുന്നത് നമ്മളുടെ ഫാം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതിന് വേറൊരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടെ ഉണ്ടാവും. വേറൊരു പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മെയിൻലി ഫുഡ് ഇൻഫ്ലേഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ബാക്കി എല്ലാ ഇൻഫ്ലേഷനും അണ്ടർ കൺട്രോൾ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഇൻഫ്ലേഷൻ മാത്രമാണ് നിയന്ത്രണ വിധേയമല്ലാത്ത. അപ്പം ഇപ്പോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടുതലൊരു സാധ്യതയുണ്ട്, നോർമൽ മൺസൂണൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഫുഡ് ഇൻഫ്ലേഷൻ അത്യാവശ്യം നിയന്ത്രണ വിധേയമാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളുടെ ഓവറോൾ ഇൻഫ്ലേഷൻ വിത്തിൻ RBIയുടെ ടോളറൻസ് ലിമിറ്റ് ആയ 4% 4 ± 2 ആണ് ആയിരിക്കേണ്ടത്. ഇപ്പൊ 4%ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് അടുത്ത ക്വാർട്ടേഴ്സിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള ഘടകങ്ങളായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ 4% ആയിട്ട് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 4% ആയിട്ട് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞല്ലോ. 4% ആയിട്ട് ഇൻഫ്ലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി RBIക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. മോണിറ്ററി പോളിസിയിൽ എപ്പോഴും RBI ചെയ്യുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആക്കി വെക്കുക ചെയ്യുന്നത്. എന്തിനാണ്? ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആക്കി വെച്ചാൽ മാത്രമേ ബാങ്കുകളിൽ നിന്നുള്ള മണി ഫ്ലോ കുറയുള്ളൂ. ബാങ്കുകളിൽ നിന്നുള്ള മണി ഫ്ലോ കുറഞ്ഞാലേ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഇൻഫ്ലേഷൻ 4% എത്തിക്കുക എന്നുള്ളതായിരുന്നു RBIയുടെ ലക്ഷ്യം. ആ 4% എത്തിക്കഴിഞ്ഞാൽ മോണിറ്ററി പോളിസിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഹൗസ് ലോൺ എടുക്കാൻ താല്പര്യമുള്ള ഒരാൾ, ഹൗസിംഗ് ലോൺ എടുക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്തായിരിക്കും നമ്മൾ പിന്നീട് ഈ ലോണൊക്കെ എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് എക്കണോമിക് ആക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യുകയും വീണ്ടും അത് GDP ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. അപ്പം ഫർദർ ആയിട്ട് കമ്മിങ് മന്ത്സിൽ നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസിയിലേക്ക് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിംഗ് ഒക്കെ വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ ലോകത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്കും അമേരിക്കയുടെ സെൻട്രൽ ബാങ്കുമായ ഫെഡറൽ റിസർവ് പിന്നീട് അവരുടെ മോണിറ്ററി പോളിസിയിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പോയാണ്. നമ്മളുടെ തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി പറഞ്ഞേക്കുന്നത് ഇനിയും ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ RBI അമാന്തിച്ചാൽ ഏതാണ്ട് 1% GDP ഗ്രോത്ത് നമുക്ക് നഷ്ടമാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ ആയി RBIയുടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങും വളരെ സൂണറായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മളുടെ GDP ഗ്രോത്ത് പ്രോസ്പെക്ട്സിനെ സഹായിക്കും. അതുകൊണ്ട് നമ്മളുടെ എക്കണോമി ഇപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട പ്രോസ്പെക്ട്സ് ഇപ്പോഴും വളരെ റോസി ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ് തരുന്നത്. നമ്മളുടെ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്ന പോലെ ഒരു കാര്യമല്ല. എഡിറ്റോറിയൽ എപ്പോഴും അവര് ഹിന്ദു പൊതുവെ കൂടുതലും നെഗറ്റീവ്സ് ആണ് അവർ കണ്ടെത്താറുള്ളത്. അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, അവർ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ മറ്റ് പത്രങ്ങളുടെയൊക്കെ എഡിറ്റോറിയൽസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എക്കണോമിക് ടൈംസിലേക്ക് അനാലിസിസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ തന്നെയാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് നിലവിൽ. പിന്നെ ഗീതാ ഗോപിനാഥിന്റെ കുറച്ച് സജഷൻസും ഒക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ലേബർ റിഫോംസും കുറച്ച് ലേബർ കോഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. ലാൻഡ് അക്വിസിഷനുള്ള കുറച്ച് അനോമലീസ് ഉണ്ട്, അതൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പാക്കി നമ്മളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ എത്രയും പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്താൽ വീണ്ടും നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ മാക്സിമൈസ് ചെയ്ത് 2047 ആകുമ്പോൾ നമുക്കൊരു വികസിത ഭാരതം അല്ലെങ്കിൽ ഡെവലപ്ഡ് ഇന്ത്യ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ഞാൻ ആ എഡിറ്റോറിയലിന്റെ അകത്ത് നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിച്ചിരിക്കുന്നത്. എഡിറ്റോറിയലിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഹേറ്റ്ഫുൾ ബെയിൽഫുൾ എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലുണ്ട്. ഇത് ആസാമിന്റെ ചീഫ് മിനിസ്റ്ററായ ഹിമാന്ത ബിശ്വ ശർമ്മയെ കുറിച്ചാണ്. ആസാമിന്റെ ചീഫ് മിനിസ്റ്ററാണ് ഹിമാന്ത ബിശ്വ ശർമ്മ. ആസാമിന്റെ ചീഫ് മിനിസ്റ്ററായ ഹിമാന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആസാമിൽ ഏറ്റവും വലിയ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ മുസ്ലിംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണൽ ഫീലിംഗ്സ് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്.
അത് സത്യമാണ്. അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് പറയാൻ കാരണം ഈ ഇടയ്ക്ക് ബംഗാളി മുസ്ലിം പോപ്പുലേഷനെ വിളിക്കുന്ന ഒരു പേരാണ് മിയാ മുസ്ലിംസ് എന്ന് പറയുന്നത്. ഈ മിയാ മുസ്ലിംസിന് ആസാമിന്റെ അപ്പർ പോർഷനിൽ, അപ്പർ ആസാം എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്ക് പോകാൻ അനുവദിക്കത്തില്ല, അവിടെ അവരെ റീലൊക്കേറ്റ് ചെയ്യാൻ അനുവദിക്കത്തില്ല എന്ന് അദ്ദേഹം പറയുകയും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, ഞങ്ങള് ഈ ആസാമിലെ ഹിന്ദുസ് ഇസ്ലാമോഫോബിയ ഉള്ള ആൾക്കാരാണ് എന്നൊക്കെ അദ്ദേഹം ഭയങ്കര പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിൽ തൊട്ട് സത്യം ചെയ്ത് ഇന്ത്യയുടെ സെക്യുലറിസം അപ്ഹോൾഡ് ചെയ്യും എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ഭരണാധികാരി, അത് ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു MP ആയിക്കോട്ടെ, നോർമൽ അല്ലെങ്കിൽ ഒരു MLA ആയിക്കോട്ടെ, അവർക്ക് ഇത്തരത്തിൽ സംസാരിക്കാനുള്ള അവകാശം ഇല്ല. അപ്പൊ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഹേട്രഡ് വളർത്തുന്ന രീതിയിൽ ഈ റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ഒരു ലീഡർ സംസാരിക്കുന്നത് പലപ്പോഴും അങ്ങനെ പലരും സംസാരിക്കാറുണ്ട്. ഇപ്പൊ കങ്കണ റനാട്ട് എന്ന് പറയുന്ന BJPയുടെ MP ഭാഗത്ത് നിന്ന് ഹേറ്റ്ഫുൾ ആയിട്ടുള്ള കമന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ദാറ്റ് വാസ് നോട്ട് അഗേൻസ്റ്റ് എ പർട്ടിക്കുലർ റിലീജിയൻ, ദാറ്റ് വാസ് അഗേൻസ്റ്റ് ദ ഫാമേഴ്സ് ആൻഡ് ദാറ്റ് വാസ് ഷി വാസ് റെഫറിംഗ് അബൌട്ട് ദ ഫാമേഴ്സ് അജിറ്റേഷൻ. അപ്പൊ അത് ഫാമേഴ്സിന്റെ ഫീലിംഗ്സിനെ ഹർട്ട് ചെയ്യുന്നത് കണ്ടതുകൊണ്ട് BJPയുടെ ഹൈക്കമാൻഡ് വളരെ പെട്ടെന്ന് തന്നെ കങ്കണ റനാട്ടിനെ റിപ്രമാൻഡ് ചെയ്യുകയും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവർ ഇഷ്യൂ ചെയ്യരുതെന്ന് വളരെ ശക്തമായിട്ട് അവരെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്രമാൻഡിങ്ങും ഒന്നും ഈ ഹിമാന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന BJPയിലെ പവർഫുൾ ആയിട്ടുള്ള, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റേൺ റീജിയനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നില്ല. അപ്പോ അതിനെക്കുറിച്ചാണ് ഈ ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആർട്ടിക്കിൾസ് ഒന്നും ഹിന്ദു പത്രത്തിലില്ല. ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ കൊളാപ്സ് ഓഫ് കാറ്റഗറീസ് ആൻഡ് പോസ്റ്റ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്, ആർട്ടിക്കിളാണ്. നമുക്ക് ഒരു ആവശ്യമില്ലാത്ത ആർട്ടിക്കിളാണ്. ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനസ്സിലാവും. നമ്മളുടെ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ വലിയ ആവശ്യമൊന്നും ഇല്ലാത്ത, അതുകൊണ്ട് ഞാനത് വിട്ടേക്കാണ്. രണ്ടാമത് എ ഗെയിം പ്ലാൻ ഫോർ ഇന്ത്യ സക്സസ് ആസ് 2036 ഒളിമ്പിക് ഹോസ്റ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ ഇത് 2036 ഒളിമ്പിക്സിന്റെ വേദിയാവാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത്. 2036 ഇപ്പൊ നമുക്ക് പാരീസിൽ ഒളിമ്പിക്സ് നടന്നു, 2036 ഒളിമ്പിക്സിന്റെ വെന്യൂ 2026 2026 അടുത്ത വർഷമാണ് IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് അത് സ്വന്തമാക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുകയാണ്. 2010 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ ഡൽഹിയിൽ വെച്ച് നടത്തിയതിനു ശേഷം ഇന്ത്യ ഒളിമ്പിക്സ് ഇന്ത്യയിൽ വെച്ച് നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഇന്ത്യയിലെ കായിക സംസ്കാരം തന്നെ മാറ്റിമറിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇപ്പം ഒരു കാര്യമായിട്ട് ഈ പറയുന്ന ഖേലോ ഇന്ത്യ എന്ന് പറയുന്നൊരു പ്രോഗ്രാം, ഈ ഖേലോ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്പോർട്സ് കൾച്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ്. പിന്നീട് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ട് ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. ഈ ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം വഴി കണ്ടെത്തുന്ന പ്രതിഭകളെ ഇന്ത്യയുടെ താരങ്ങളാക്കി വളർത്താൻ വ്യക്തമായിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ന് ഇന്ത്യയിലുണ്ട്. ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വന്ന താരങ്ങളുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഈ വർഷം നടക്കുമ്പോൾ അതിൽ 28 ഇന്ത്യൻ അത്ലറ്റുകൾ ഖേലോ ഇന്ത്യ പ്രോഗ്രാം വഴി വളർന്നു വന്നതാണ്. അപ്പോൾ ഖേലോ ഇന്ത്യ പ്രോഗ്രാം ഇത്തരത്തിൽ ഒളിമ്പിക്സ് പോലുള്ള വലിയ കായിക വേദികൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിൽ യുവാക്കളുടെ ഇടയിൽ കായിക അഭിരുചി വളർത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അത് വളരെ വലിയ ഒരു വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിന്റെ സക്സസ്ഫുൾ കംപ്ലീഷൻ 2010 അതിനുശേഷം ഇന്ത്യ ഗവൺമെന്റ് ഒരു നാഷണൽ സ്പോർട്സ് ഡെവലപ്മെന്റ് കോഡ് കൊണ്ടുവന്നു. അത് നമ്മളുടെ സ്പോർട്സ് അസോസിയേഷൻസ് വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പതുക്കെ ഇന്ത്യ സ്പോർട്സിൽ ഒരു വലിയൊരു ശക്തിയൊന്നും ആവുന്നില്ലെങ്കിലും സ്പോർട്സിൽ അത്യാവശ്യം മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. ഒളിമ്പിക്സിൽ പോലും നമുക്ക് ഇപ്രാവശ്യം മെഡൽ 6 കിട്ടിയുള്ളെങ്കിലും ഒരു മെഡൽ വിനേഷ് ഫോഗട്ടിന്റെ ഉറച്ച മെഡൽ നഷ്ടപ്പെട്ടു പോയി. പിന്നീട് നമുക്കറിയാലോ വെയിറ്റിന്റെ പ്രശ്നം കൊണ്ട് 100 ഗ്രാമിന്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സിൽവർ മെഡലുകൾ കിട്ടേണ്ടതാണ്. പിന്നെ 5-6 മെഡലുകൾ നമ്മൾ സെമി ഫൈനലിലേക്ക് വന്ന് നഷ്ടപ്പെട്ടു, ലക്ഷ്യ സെൻ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ബാഡ്മിന്റൺ താരങ്ങളുടെയൊക്കെ. അപ്പൊ എന്തായാലും ഒരു ഉണർവുണ്ട്.
ഇപ്പൊ പിന്നെ ഇതില് സ്പോർട്സ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ സ്റ്റേറ്റുകളാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേറ്റ് തമിഴ്നാടാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഇദ്ദേഹം DMK-യുടെ ഒരു നേതാവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് തമിഴ്നാടിനെ അദ്ദേഹം പറയുള്ളൂ. അപ്പൊ തമിഴ്നാടുകാര് ഈ പറഞ്ഞ ഖേലോ ഇന്ത്യ ഗെയിംസ് ഉൾപ്പെടെ ഇപ്പോഴും പലതവണ ഇപ്പൊ 2022 അവരാണ് നടത്തിയത്. അപ്പോ അതുപോലെ ഇന്റർനാഷണൽ ഇവന്റ്സ് പലതും തമിഴ്നാട്ടിൽ പലതും നടന്നു. അതുപോലെ ഇന്ത്യയില് ഇന്റർനാഷണൽ ലെവലിലുള്ള ഇവന്റ്സ് നടത്താൻ പറ്റുന്ന 390 ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് തമിഴ്നാട്ടിലുണ്ട്. അത് കഴിഞ്ഞാൽ ഡൽഹിയിൽ 161 എണ്ണവും ഒഡീഷയിൽ 153 എണ്ണമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റുകളിൽ എവിടെയെങ്കിലും വെച്ച് വേണം ഒളിമ്പിക്സ് നടത്താൻ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അനുയോജ്യം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയുടെ ഔട്ട്സ്കേർട്സിൽ ഇപ്പോൾ ഒരു വലിയ ഒരു സ്പോർട്സ് ഒരു വില്ലേജ് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഇതിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ വേണം എന്നാ പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഗവൺമെന്റ് അഹമ്മദാബാദ് ആണ് അവരുടെ മനസ്സിലുള്ളത്. ഈ നരേന്ദ്രമോദി സ്റ്റേഡിയം ഒക്കെ ഉൾപ്പെടുന്ന സർദാർ പട്ടേൽ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവമുണ്ട്. അതാണ് ഏറ്റവും അനുയോജ്യം എന്നാണ് ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചത്. അപ്പൊ എന്തായാലും ഇത് അവർ തമിഴ്നാടുകാരെ ഒരു മുഴം മുന്നേറിയെന്നാണ് ഇത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിഞ്ഞൂടെ. 2036 ഒളിമ്പിക്സിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നേ ഉള്ളൂ. 2026 അനൗൺസ് ചെയ്യുമ്പോൾ ഇന്ത്യയെ കിട്ടുമെന്നാലും ഒരു വലിയ ഉറപ്പൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ആർട്ടിക്കിളാണ്. പിന്നെ ഗ്രൗണ്ട് സീറോ സാറ്റർഡേ അത് നമുക്ക് വേണ്ട. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിലേക്ക് പോകുമ്പോ ഇന്ത്യ to take a decision on Pak invite to SCO meet എന്നൊരു ന്യൂസ് കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ is an organization started by China and Russia, and its headquarters is in Beijing. The capital of China is Beijing. You all know that Beijing is the capital of China, and it's the headquarters of SCO Shanghai Cooperation Organization, and the main members of SCO are Russia, China, India, Pakistan, Iran, Kazakhstan, Uzbekistan, Tajikistan, like countries. Around 10 countries are there. Exact number എനിക്ക് ഓർമ്മയില്ല. 9-10 രാജ്യങ്ങളുണ്ട് ഇപ്പം ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ. അപ്പൊ ഇപ്രാവശ്യം എന്റെ ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ വെച്ചാണ് SCO സമ്മിറ്റ് നടക്കുന്നത്. അതിലേക്ക് സ്വാഭാവികമായിട്ടും ഹോസ്റ്റ് കൺട്രി ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാന് നരേന്ദ്രമോദിയെ ഇൻവൈറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം ഇന്ത്യയുടെ ഹെഡ് എന്ന് പറയുന്ന മോദിയാണല്ലോ. അപ്പൊ അദ്ദേഹമാണല്ലോ ഇതിൽ പങ്കെടുക്കേണ്ടത്. ബട്ട് 2016 സാർക്കിന്റെ സമ്മിറ്റ് പാകിസ്ഥാനിൽ വെച്ച് നടത്തേണ്ടതായിരുന്നു. 2016 സാർക്ക് അറിയാലോ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. ആ സാർക്ക് 8 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ്. അതിന്റെ അന്നത്തെ ഹോസ്റ്റ് കൺട്രി പാകിസ്ഥാനാണ് 2016. അപ്പൊ അതുകൊണ്ട് സാർക്കിന്റെ സമ്മിറ്റ് അവിടെ വെച്ച് നടക്കേണ്ടതായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ആ സമയത്ത് പത്താൻകോട്ടിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്നു. അതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ 2016 സാർക്ക് സമ്മിറ്റ് ബഹിഷ്കരിച്ചു. ഇന്ത്യയോടൊപ്പം മറ്റു രാജ്യങ്ങൾ അത് ബഹിഷ്കരിച്ചു. അതുകൊണ്ട് ആ സമ്മിറ്റ് അവിടെ നടന്നില്ല. അതിനുശേഷം പിന്നെ സാർക്ക് സമ്മിറ്റേ നടന്നിട്ടില്ല. അപ്പൊ അത്തരൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മിറ്റിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കാൻ യാതൊരു സാധ്യത ഇല്ലാത്തതാണ്. പക്ഷെ എന്താണ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസും ഒക്കെ ചേർന്ന് സ്വീകരിക്കാൻ പോണ നിലപാടെന്ന് അറിഞ്ഞുകൂടാ. ഇതുവരെയ്ക്കും അതിലൊരു ഫൈനൽ ഡിസിഷൻ അവർ എടുത്തിട്ടില്ല. എന്തായാലും മറ്റു ചില കാര്യങ്ങൾ ഇതേക്കുറിച്ച് എഴുതി പറയുന്നുണ്ട്. മോഡിയുടെ ഇനി അപ്കമിങ് മന്ത്സിലെ അദ്ദേഹത്തിന്റെ യാത്രകളെ കുറിച്ച്. അദ്ദേഹം ബ്രൂണൈ ദാറുസലാം സെപ്റ്റംബർ 3-നും 4-നും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സിംഗപ്പൂർ സെപ്റ്റംബർ 4-നും 5-നും. പിന്നീട് UN-ന്റെ ജനറൽ അസംബ്ലി മീറ്റിംഗ് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 20 to 23. ആ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവിടെ വെച്ച് അദ്ദേഹം യുക്രൈന്റെ പ്രസിഡന്റായ വൊളോഡിമിർ സെലൻസ്കിയെ വീണ്ടും കാണും. അവിടെ വെച്ച് തന്നെ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായ ജോയ് ബൈഡനെയും കാണും. കാര്യം ഇപ്പോ അൺകൺഫേംഡ് ആയിട്ട് സോഴ്സസ് എല്ലാം ഏതാണ്ട് പറയുന്നുണ്ട് ഇന്ത്യ യുക്രൈനും റഷ്യക്കും ഇടയിലുള്ള യുദ്ധം തീർക്കാൻ വേണ്ടി വളരെ ആക്റ്റീവായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായി മാറാൻ പോവുകയാണ് ഇന്ത്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡിയും സെലൻസ്കിയും തമ്മിലുള്ള മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിയുമ്പോൾ മോദി വീണ്ടും റഷ്യയിലേക്ക് പോവുകയാണ് ബ്രിക്സ് സമ്മിറ്റിന് വേണ്ടി. ബ്രിക്സ് സമ്മിറ്റ് ഒക്ടോബറിലാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ചേർന്നുണ്ടായ ഗ്രൂപ്പാണ് ബ്രിക്സ് എങ്കിലും അതിലിപ്പോൾ മറ്റു രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യയും ഒക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് റീസെന്റ് ആയിട്ട്.
അപ്പൊ ആ ബ്രിക്സ് സമ്മിറ്റ് ഒക്ടോബർ 20-24 റഷ്യയിൽ വെച്ച് നടക്കുന്നത്. ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അദ്ദേഹം റഷ്യയിൽ പോകുന്നുണ്ട്. അപ്പം റഷ്യൻ പ്രസിഡന്റുമായിട്ടും ഈ സമാധാന ശ്രമങ്ങളെ കുറിച്ച് വോളോഡിമിർ സെലൻസ്കി ആയിട്ട് സംസാരത്തിന് ശേഷം അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നീട് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിനെ പറയുന്നത് ചാൻസലർ എന്നാണ്. ജർമ്മൻ ചാൻസലറായ ഒലാഫ് ഷോൾസ് ഇന്ത്യയിലേക്ക് വരികയാണ്. ഈ ഒലാഫ് ഷോൾസ് ഇതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വലിയൊരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. അദ്ദേഹം യുക്രൈന്റെ വലിയൊരു സപ്പോർട്ടറാണ്. അപ്പോൾ ഒലാഫ് ഷോൾസിന്റെയും ഏറ്റവും വലിയ അജണ്ട ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിനെ കുറിച്ചായിരിക്കും. അപ്പൊ ഇതാണ് അടുത്ത 2-3 മാസങ്ങളിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ ഇന്റർനാഷണൽ ലീഡേഴ്സുമായിട്ടുള്ള. അപ്പൊ ഇതിനിടയിൽ ഈ വരുന്ന SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ ബന്ധം മോശമായതുകൊണ്ട് പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. പങ്കെടുക്കാതിരിക്കാനുള്ള ചാൻസ് എന്നാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. പിന്നെ ജഗദീപ് ധൻകർ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, രാജ്യസഭയുടെ ചെയർമാൻ ആണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ സ്ത്രീകൾക്ക് കുറച്ചെങ്കിലും ഒരു ജസ്റ്റിസ് കൊടുക്കാൻ UCC ഇന്ത്യയിൽ നിലവിൽ വരണമെന്ന് അദ്ദേഹം പറഞ്ഞത്. കൊൽക്കത്തയിലെ ആ ഡോക്ടറിനെ റേപ്പ് ചെയ്ത് മർഡർ ചെയ്ത ഒരു കേസ് ഒക്കെ നമുക്കറിയാലോ. അതുമായിട്ട് റെഫർ ചെയ്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. UCC നമ്മൾ എപ്പോഴും പറഞ്ഞാണ് യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്താണ് അത് കിടക്കുന്നത്. ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുവഴി ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളിലുള്ളവർക്ക് സിവിൽ നിയമങ്ങൾ ഒന്നാക്കുക എന്നുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് NSA ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ശ്രീലങ്ക വിസിറ്റ് ചെയ്ത കാര്യം. ശ്രീലങ്കയിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തത് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാനാണ്. പക്ഷേ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഇലക്ഷൻ ഇപ്പൊ നടക്കുകയാണ്. സെപ്റ്റംബർ 22 എന്റെ ഓർമ്മ. അപ്പൊ ആ പ്രസിഡന്റ് ഇലക്ഷനിൽ ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നടന്നതാണ് പറയുന്നത്. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ ഇന്ത്യയും ശ്രീലങ്കയും മാൽദീവ്സും മൗറീഷ്യസും ഒക്കെ അതിലെ അംഗങ്ങളാണ്. അപ്പൊ ഓക്കെ. പിന്നെ അപ്പൊ ഇത്രയാണ് ഇന്ന് ഫ്രണ്ട് പേജില് ഈ പേജിലെ ന്യൂസുകൾ. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ അടുത്ത പേജില് JPCയുടെ മീറ്റിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. JPC എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു സംഭവമാണ്. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിനൊക്കെ ചോദിക്കാം JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഫോം ചെയ്തത് എന്തിനാണെന്ന്. JPC അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഫോം ചെയ്തത് വഖഫ് ബില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. വഖഫ് അമെന്റ്മെന്റ് ബിൽ 2024 നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണത്. കാര്യം വഖഫ് അമെന്റ്മെന്റ് ബിൽ എന്ന് പറയുന്ന മുസ്ലിം റിലീജിയനായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അവർക്ക് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വസ്തു, അവരുടെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ദാനം ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ദാനം ചെയ്യപ്പെട്ട വസ്തുവിനെയാണ് വഖഫ് സ്വത്തായിട്ട് കരുതുന്നത്. അപ്പൊ അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പൊ കൊണ്ടുവന്ന വഖഫ് അമെന്റ്മെന്റ് ബിൽ 2024 അത് വിവാദമായി. അപ്പൊ അതുകൊണ്ടാണ് ഒരു JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, പാർലമെന്റിൽ അത് പാസ്സായിട്ടില്ല. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ അവിടെ ഉണ്ട്. പിന്നീട് ഇല്ല, വേറെ ഈ പേജ് പൊതുവെ ഒന്നും അങ്ങനെ വലുതായിട്ട് കാണാത്ത പൊളിറ്റിക്സ് മാത്രം വരുന്നൊരു പേജാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ CBFC, ഇന്ത്യയിൽ സിനിമകൾക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന CBFC ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ്. അതിന്റെ ചെയർമാനാണ് പ്രസൂൺ ജോഷി. അറിഞ്ഞിരിക്കുക, അതിന്റെ CBFCയുടെ ചെയർമാൻ പ്രസൂൺ ജോഷിയാണ് CBFCയുടെ ചെയർമാൻ. പിന്നെ അസാമിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അസാമിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടുന്ന സമയത്ത് അത് ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 2 hour ബ്രേക്ക് കൊടുക്കുമായിരുന്നു. അവിടുത്തെ മുസ്ലിം മെമ്പേഴ്സിന് നമാസ് ഓഫർ ചെയ്യുന്നതിന്, ഫ്രൈഡേ പ്രേയേഴ്സിൽ പങ്കെടുക്കുന്നതിന്. നമുക്കറിയാമല്ലോ ഫ്രൈഡേ പ്രേയേഴ്സ് എന്ന് പറയുന്ന സംഗതി. പക്ഷെ അത് മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലും ഒന്നും. എന്തായാലും ആസാമും ആ ഒരു സിസ്റ്റം എടുത്ത് കളഞ്ഞു. ഇത് ബ്രിട്ടീഷുകാരുടെ പീരീഡിൽ വന്ന ഒരു സംഗതിയാണ്. 1937 മറ്റോ 1937 വന്നൊരു സിസ്റ്റമാണ് ഈ പറഞ്ഞത്. ഈ ഇതുപോലുള്ള ഒരു ബ്രേക്ക് ഈ നമാസിന് വേണ്ടിയിട്ട് ഫ്രൈഡേ. മറ്റ് സ്റ്റേറ്റുകളൊന്നും അതില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെ ഉണ്ടാകുന്ന. അസാമിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അവരും അത് അബോളിഷ് ചെയ്തു ആ സിസ്റ്റം. പിന്നെ LGBTQIA+ കപ്പിൾസിന് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ഇന്നലെ സെൻട്രൽ ഗവൺമെന്റ് ക്ലാരിഫൈ ചെയ്തേക്കാണ്. അതായത് ഇപ്പൊ നമ്മളെ ഇപ്പൊ ലെസ്ബിയൻ കപ്പിളും ഗേ കപ്പിൾസും അങ്ങനെയൊക്കെയുള്ള കപ്പിൾ ഉണ്ടല്ലോ. ഈ LGBTQ കപ്പിളിന് ഇപ്പൊ ഒരുമിച്ച് താമസിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 377 ഒക്കെ ഇന്ത്യൻ പീനൽ കോഡ് നിലവിലിരിക്കുന്ന സമയത്ത് എടുത്തു കളഞ്ഞു സുപ്രീം കോടതി. സെക്ഷൻ 377 ഓഫ് ഇന്ത്യൻ പീനൽ കോഡാണ് ഹോമോസെക്ഷുവാലിറ്റി ക്രിമിനലൈസ് ചെയ്തിരുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ എന്ന് പറയുന്നത്. അതിനെ അന്നേ എടുത്തു കളഞ്ഞു.
2021 മറ്റാണ് അതെടുത്ത് കളഞ്ഞത്, അല്ലല്ല 2018 അതെടുത്ത് കളഞ്ഞത്. IPC സെക്ഷൻ 377. അങ്ങനെ ഹോമോസെക്ഷാലിറ്റി ഇന്ത്യയിൽ ക്രിമിനൽ അല്ലാതായി മാറി. അപ്പൊ IPC മാറി ഇപ്പം ഭാരതീയ ന്യായ സംഹിതയാണ് ഇപ്പൊ ഈ ജൂലൈ 1 നിലവിൽ വന്നത്. അതിലും അത് അങ്ങനെ തന്നെയാണ്, ഹോമോസെക്ഷാലിറ്റി ക്രിമിനൽ അല്ല. പക്ഷെ ഇപ്പോഴും അവർക്ക് കല്യാണം കഴിക്കാനുള്ള അവകാശമില്ല, ഒരുമിച്ച് താമസിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഈ ഇടയ്ക്ക് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ക്ലാരിഫൈ ചെയ്തേക്കാണ്, ദർ ഈസ് നോ ഡൗട്ട് ഇൻ ദാറ്റ് LGBTQ couple can definitely open a joint bank account and they can nominate their couple as their nominee എന്നും പറഞ്ഞേക്കാണ്. അവരുടെ കപ്പിൾ അല്ല, പാർട്ണർ ആസ് their nominee എന്നും പറഞ്ഞേക്കാണ്. ഓക്കെ, പിന്നെ ഇവിടെ വേറൊന്നും പറയാനില്ല. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ബിസിനസ് പേജാണ്. ബിസിനസ് പേജിൽ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ കോർ സെക്ടേഴ്സ് ഗ്രൂ 6.1% ഇൻ ജൂലൈ. GDP ഗ്രോത്ത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞാണ്. അതുപോലെ എല്ലാ മാസവും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത്. അത് ഞാൻ എല്ലാ മാസവും അതുകൊണ്ട് തന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 8 ഇൻഡസ്ട്രീസിനാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. 8 ഇൻഡസ്ട്രീസിനെ പഠിച്ചു വെച്ചാണ് 8 എണ്ണം. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, coal, crude oil, natural gas, fertilizers and refinery products. These 8 industries are known as core sector industries, and its growth is very important for the overall growth of Indian industrial sector. That's why in each and every month India's commerce industry used to calculate the growth of these 8 core sector industries. അപ്പൊ അതും NS ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അത് നോക്കിക്കൊള്ളണം, അതോ കൊമേഴ്സ് മിനിസ്ട്രി ആണോ എന്തോ ഒരു സംശയമുണ്ട്. അപ്പൊ എന്തായാലും അത് നല്ല ഗ്രോത്ത് ആണ് കഴിഞ്ഞ മാസം ജൂലൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്നൊക്കെയാണ് നിങ്ങൾ മെയിൻലി പഠിക്കേണ്ടത്. പിന്നെ ബിസിനസ് വേൾഡിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട്. വിസ്താര എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഒരു എയർലൈൻ എയർ ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്യാൻ തീരുമാനിച്ചു. വിസ്താരയും ടാറ്റയുടെ തന്നെ എയർലൈൻ ആയിരുന്നു, ഇപ്പം എയർ ഇന്ത്യയും ടാറ്റയുടെ എയർലൈൻ ആണ്. അപ്പൊ വിസ്താര എയർ ഇന്ത്യയിൽ മെർജ് ചെയ്യാണ്. ഇതിന് തൊട്ട് വിസ്താര കാണത്തില്ല, നവംബർ 12 തൊട്ട് ആണത്. നവംബർ 12 തൊട്ട് എയർ ഇന്ത്യ മാത്രമേ കാണുള്ളൂ. അപ്പൊ വിസ്താരയിൽ ഒരു മേജർ ഷെയർ ഹോൾഡർ സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയിൽ അപ്പം വിസ്താര ഇതിൽ മെർജ് ചെയ്യുമ്പോൾ സിംഗപ്പൂർ എയർലൈൻസിന് ഒരു സ്റ്റേക്ക് കൊടുക്കണ്ടേ, കാര്യം സിംഗപ്പൂർ എയർലൈനിന്റെ കൂടെ ആയിരുന്നു പകുതി വിസ്താര. അപ്പൊ വിസ്താര എയർ ഇന്ത്യയിൽ മെർജ് ചെയ്യണം. അതുകൊണ്ട് സിംഗപ്പൂർ എയർലൈനിന് ഇനി തൊട്ട് എയർ ഇന്ത്യയിൽ 25% ഷെയർ വരാൻ പോയാണ്. അപ്പോ അതൊക്കെ ഒരു പക്ഷേ ഇന്ത്യയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കും, സിംഗപ്പൂർ എയർലൈനൊക്കെ എയർ ഇന്ത്യയിൽ ഷെയർ വരുന്നത്. അപ്പോൾ എയർ ഇന്ത്യയുടെ നഷ്ടപ്രതാപമൊക്കെ തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ സഹായിച്ചേക്കും. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് എയർലൈൻസ് ആണ് സിംഗപ്പൂർ എയർലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ 1-2 എക്സ്പാൻഷൻസ് പഠിച്ചു വെച്ചേക്കുക. ULI യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ്. ULI എന്താണ്? യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ്. OCEN ഓപ്പൺ ക്രെഡിറ്റ് എനേബിൾമെന്റ് നെറ്റ്വർക്ക്. ഓപ്പൺ ക്രെഡിറ്റ് എനേബിൾമെന്റ് നെറ്റ്വർക്ക്. ഈ നമ്മളുടെ ബാങ്കുകൾക്കൊക്കെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ലോണൊക്കെ പെട്ടെന്ന് തന്നെ പ്രോസസ് ഒക്കെ ചെയ്യാൻ വേണ്ടി RBI കൊണ്ടുവരുന്ന 1-2 സംഭവങ്ങളാണ് ULI യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ്, OCEN ഓപ്പൺ ക്രെഡിറ്റ് എനേബിൾമെന്റ് നെറ്റ്വർക്ക്. അതൊക്കെ നടന്നിരിക്കുക. ശക്തികാന്ത ദാസ് ഇന്ത്യയുടെ RBIയുടെ ഗവർണറുടെ ഫോട്ടോയും അവിടെ കാണാം. പിന്നെ NCLT എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അത് ഒരു സ്പെഷ്യൽ കോർട്ടാണ്. ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ കമ്പനി ലോസുമായിട്ട് ഡീൽ ചെയ്യുന്ന കോർട്ടാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. പിന്നെ അതൊക്കെയാണ് ആ പേജിലെ ന്യൂസുകൾ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ വേൾഡ് പേജ് ആണ്. വേൾഡ് പേജിൽ എന്നത്തെ പോലെ തന്നെ ബലൂചിസ്ഥാനിൽ ഇപ്പൊ ഒരു ഭയങ്കര ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ നടന്ന് പാകിസ്ഥാന് വലിയ തലവേദനയായിട്ടുള്ള പ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന സെപ്പറേറ്റിസ്റ്റുകളുടെ പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ഇറാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇറാന്റെ ബോർഡർ ഉണ്ട് ബലൂചിസ്ഥാനുമായിട്ട്. ഇറാന്റെ ഏരിയയിലും ഒരു ബലൂചിസ്ഥാനുണ്ട്. ഇറാന്റെ അകത്ത് ഒരു ബലൂചിസ്ഥാനുണ്ട്, പാകിസ്ഥാന്റെ അകത്ത് ഒരു ബലൂചിസ്ഥാനുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ്, പ്രോവിൻസ് ആണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് കാശ്മീർ പോലെ അവർക്ക് തലവേദനയാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനിലെ ഈ പറഞ്ഞ സെപ്പറേറ്റിസത്തിന് കാരണം ഇന്ത്യയുടെ റോ ആണ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ആണ് എന്ന് പാകിസ്ഥാൻ എപ്പോഴും ആരോപണം ഉന്നയിക്കാറുണ്ട്. ഈ ബലൂച്ച് സെപ്പറേറ്റിസ്റ്റുകൾക്ക് ഇന്ത്യയാണ് അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകുന്നതെന്നും പാകിസ്ഥാൻ എപ്പോഴും ആരോപിക്കാറുണ്ട്. എന്തായാലും ബലൂചിസ്ഥാനിൽ ഭയങ്കര ടെററിസം ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസം അവിടെ ഏതാണ്ട് ഒരു 10-50 കൂടുതൽ ആൾക്കാർ ടെററിസ്റ്റ് അറ്റാക്കിൽ കൊല്ലപ്പെട്ടു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ്. പിന്നെ ബാക്കി അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചൊക്കെയാണ് ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ താലിബാനുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് കാണാം. പിന്നെ റഷ്യ യുക്രൈൻ വാർ, ഇസ്രായേൽ ഹമാസ് വാർ, അതെല്ലാ ദിവസത്തെയും പോലെ അവിടെ ഉണ്ട്.
പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഇത് സാറ്റർഡേ മാത്രം വരുന്ന ആർട്ടിക്കിൾസ് ആണ് നമുക്ക് വേണ്ട. ശിഖർ ധവാൻ റിട്ടയർ ചെയ്തതിനെ കുറിച്ചാണ്. ശിഖർ ധവാൻ ഇന്ത്യയുടെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊളിഫിക് ബാറ്റ്സ്മാൻ ഓഫ് T20 ആൻഡ് വൺ ഡേ ഇന്റർനാഷണൽ ആയിരുന്നു. ഹി റിട്ടയർഡ് റീസെന്റ്. അതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ കാണാം. പിന്നെ പാരാലിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഗോൾഡ് മെഡൽ ആവണി ലഖാര നേടിയിരിക്കുകയാണ്. ആവണി ലഖാര കഴിഞ്ഞ ഒളിമ്പിക്സിലും അവർ ഷൂട്ടിംഗിൽ ഗോൾഡ് മെഡൽ നേടിയായിരുന്നു. ആവണി ലഖാര. സോ ഷീ വൺ the gold medal again. Consecutively she won gold medals in the two successive Paralympics. അപ്പോൾ അവര് ഇന്നലെയും ഷൂട്ടിങ്ങിൽ മെഡൽ നേടി. അപ്പോൾ അവരെ കുറിച്ചൊരു ന്യൂസ് കാണാം. പാരാലിമ്പിക്സ് നടക്കുന്ന എവിടെയാണ്? പാരീസിലാണ്. പാരീസില് പിന്നെ US ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ഞാൻ പറയുന്നതാണ് എപ്പോഴും. ഈ വർഷം നടക്കുന്ന ലാസ്റ്റ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആയ US ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ ബാക്കി ആസ് യൂഷ്വൽ ബുച്ചി ബാബു എന്ന് പറയുന്ന ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂസുകൾ കാണാം. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇതിനെ കുറിച്ചായിരുന്നു. അറ്റ് 6.7% ഗ്രോത്ത് സ്ലിഡ് ടു 5 ക്വാർട്ടർ ലോ ഇൻ Q1. അതായത് കഴിഞ്ഞ 5 ക്വാർട്ടേഴ്സ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ ഗ്രോത്ത് റേറ്റ് ആണ് ഈ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയ 6.7%. അതിനെ കുറിച്ചുള്ള ന്യൂസ്. അതുപോലെ നമ്മൾ അകത്തെ പേജ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിനെ കുറിച്ചുള്ള ന്യൂസ്. അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ അത് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്താണെന്നല്ല. പിന്നെ ഇന്ത്യ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയം, അതും അകത്തെ പേജിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ആവണി ലഖാര ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ ആയിട്ട് മാറി ടു വിൻ 2 പാരാലിമ്പിക് ഗോൾഡ് മെഡൽസ്. 2 തവണ പാരാലിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വുമൻ ആയിട്ട് മാറി ആവണി ലഖാര. അവര് ഷൂട്ടിങ്ങിലാണ് 10 മീറ്റർ എയർ റൈഫിൾ ടൈറ്റിലാണ് അവർ വിൻ ചെയ്തത്. അതുപോലെ ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആയിട്ട് TV സോമനാഥൻ ചാർജ് എടുത്തു. ഇതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ബാങ്ക് ടെസ്റ്റിന് ആരാണ് ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ എന്ന്. അപ്പം ഈ അന്നത്തെ ആളുടെ പേരാണ് അന്ന് എഴുതേണ്ടത്. ഇന്നത്തെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ക്യാബിനറ്റ് സെക്രട്ടറി ഇസ് വെരി ഇമ്പോർട്ടന്റ് പൊസിഷൻ ഇൻ ഇന്ത്യ. നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് ലെവലിൽ ചീഫ് സെക്രട്ടറി എന്താണെന്ന്. സ്റ്റേറ്റ് ലെവലിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് IAS ഓഫീസറാണ് അവിടുത്തെ ചീഫ് സെക്രട്ടറി ആവുന്നത്. അദ്ദേഹമാണ് ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ ഒക്കെ നാഥൻ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇന്ത്യക്ക് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യയാണ് TV സോമനാഥൻ. പിന്നെ ഇന്ത്യയിലെ ICAR കുറെ നിയമനങ്ങൾ ലാറ്ററൽ എൻട്രി വഴി നടത്തി. പിന്നീട് റിസർവേഷൻ നോക്കാതെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര വിവാദമായി. ICAR എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇന്ത്യയിലെ അഗ്രികൾച്ചർ റിസർച്ചിന്റെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള ന്യൂസുകളിലേക്ക് പോകുമ്പോൾ അത് പിന്നെ ഒരു ദിവസം നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നും കാണത്തില്ല. എല്ലാ ദിവസവും സ്റ്റേറ്റ് ലെവൽ ന്യൂസുകൾ വലിയ കാര്യങ്ങൾ കാണത്തില്ല. ഇതിൽ PM ശ്രീ എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. PM ശ്രീ സ്കീമിൽ ഇനി ജോയിൻ ചെയ്യാൻ മേജർ സ്റ്റേറ്റുകളിൽ തമിഴ്നാട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന് സമഗ്ര ശിക്ഷ അഭിയാനുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടിങ് എന്ന സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നില്ല. PM ശ്രീയിൽ ജോയിൻ ചെയ്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായാൽ മാത്രമേ ഇപ്പൊ സ്റ്റേറ്റുകൾക്ക് സമഗ്ര ശിക്ഷ അഭിയാന്റെ ഒക്കെ ഫണ്ടിങ് കൊടുക്കാറുള്ളൂ. കേരളത്തിൽ അങ്ങനെ കിട്ടാതിരുന്നപ്പോൾ കേരളം ഈ ഇടയ്ക്ക് PM ശ്രീയിൽ ജോയിൻ ചെയ്തു. PM ശ്രീ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ PM ശ്രീ. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഇന്ത്യയിലെ 14,500 സ്കൂളുകൾക്ക് ഭയങ്കര വലിയ ഫണ്ടിങ് കൊടുത്തു. ഏതാണ്ട് ഓരോ സ്കൂളിനും 1.5 കോടിയൊക്കെയാണ് ഫണ്ടിങ് കൊടുക്കുന്നത്. കേരളത്തിലെ ഏതാണ്ട് 200ഓളം സ്കൂളുകൾ ഇതിന് എലിജിബിൾ ആണ്. അപ്പം അത്രയും ഫണ്ടിങ് കിട്ടും. ഓരോ സ്കൂളിനും 1.5 കോടി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആ സ്കൂളുകളിൽ ആ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളായിട്ട് ഇത്രയും സ്കൂളുകളെ മാറ്റും. 14,500 സ്കൂളുകൾ. അതാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ സ്കീം, PM ശ്രീ. ഓക്കെ. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ ഫോട്ടോയും അവിടെ കാണാം. അപ്പൊ പിന്നെ ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ന്യൂസുകൾ. ബാക്കി ന്യൂസുകളൊന്നും നമുക്കൊന്നും ആവശ്യമില്ല. പൊതുവെ സാറ്റർഡേയിൽ നമുക്ക് ന്യൂസുകൾ കുറവായിരിക്കും, സൺഡേയിലും അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണും വരെ ബൈ. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.